കെ.സി. വേണുഗോപാലിന്റെ നിർണായക ഇടപെടൽ. പി.വി. അൻവറിനെ അനുനയിപ്പിക്കാൻ കെ.സി. വേണുഗോപാലിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നു. പി.വി. അൻവറുമായി സംസാരിക്കാൻ കോൺഗ്രസ് നേതൃത്വം. പ്രശ്നപരിഹാരത്തിന് തിരക്കിട്ട നീക്കമാണ് നടക്കുന്നതെന്ന് ആർ റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നു. റോഷി, വെരി ഗുഡ് മോർണിംഗ്. ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനാണോ ഇപ്പോൾ കെ.സി. വേണുഗോപാലിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത്? ഇന്നലെ കെ.സി. വേണുഗോപാൽ വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. പി.വി. അൻവറിനെ മുന്നണിയിൽ തന്നെ കൂട്ടും എന്നുള്ള ഒരു സൂചന അദ്ദേഹം നൽകിയിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം പറയേണ്ടത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. സന്ദേശം സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചുവോ റോഷി? അരുൺകുമാർ, എത്രയും പെട്ടെന്ന് നിലമ്പൂരിലെ ഈ പ്രശ്നങ്ങൾ തീർക്കണമെന്ന നിർദ്ദേശമാണ് കെ.സി. വേണുഗോപാൽ നൽകിയത്. കാരണം തെരഞ്ഞെടുപ്പിന് ഇനി അധിക ദിവസമില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ പ്രശ്നം തീർത്ത തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇന്നലെ കെ.സി. വേണുഗോപാൽ തന്നെ പലവട്ടം സംസാരിക്കാൻ ശ്രമിച്ചു എന്നാണ്. പി.വി. അൻവറുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, ടെലിഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നേരത്തെ കൂടിക്കാഴ്ച നിശ്ചയിച്ചതുകൊണ്ട് തന്നെ പി.വി. അൻവർ ടെലിഫോണിൽ സംസാരിക്കാൻ സന്നദ്ധത കാണിച്ചില്ല എന്നാണ് കോൺഗ്രസിന്റെ വാദം. പക്ഷേ എന്നാൽ പോലും ഇപ്പോഴും തിരക്കിട്ട് അനുരഞ്ജന നീക്കങ്ങൾ നടത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം. എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന നിലപാടാണ് എല്ലാ നേതാക്കളും പി.വി. അൻവറുമായി ആശയവിനിമയം നടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഏതായാലും അൻവറിൻ്റെതായ നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടിലേക്ക് എത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന സൂചനകളാണ്. ഏതായാലും പ്രകോപനം തൽക്കാലത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ലെങ്കിൽ മാത്രമായിരിക്കും പി.വി. അൻവറിനെതിരെയുള്ള രൂക്ഷമായ പ്രതികരണം നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാവുകയുള്ളൂ. രണ്ട് ഭാഗത്തും തൽക്കാലത്തേക്ക് പ്രകോപനം ഉണ്ടാകുന്നില്ല. അതാണ് അനുരഞ്ജനത്തിലുള്ള സാധ്യത തുറന്നിട്ടിരിക്കുന്നത്. കെ.സിയുടെ നിർണായക ഇടപെടൽ കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ചില നേതാക്കളെ കെ.സി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പി.വി. അൻവറുമായി ആശയവിനിമയം നടത്താൻ. ആവശ്യമെങ്കിൽ കെ.സി വേണുഗോപാൽ തന്നെ പി.വി. അൻവറുമായി സംസാരിക്കാൻ തയ്യാറാണെന്ന് നേതാക്കളെയും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില നേതാക്കൾ, അത് പി.വി. അൻവറുമായി ഏറെ അടുപ്പമുള്ള നേതാക്കളെയാണ് കെ.സി വേണുഗോപാൽ ആശയവിനിമയം നടത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ചില പ്രശ്നങ്ങൾ ഇങ്ങനെ വഷളാകാനുള്ള കാരണമായി പറയുന്നത് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വി.ഡി. സതീശനെ കൂടി മോശമായി സംസാരിച്ചു. വി.ഡി. സതീശനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പി.വി. അൻവർ സംസാരിച്ചതാണ് പ്രശ്നം വഷളാക്കിയത് എന്ന വാദമാണ് കോൺഗ്രസിന്റെ നേതാക്കൾക്ക്. എന്നാൽ പോലും പ്രശ്നം പരിഹരിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്ന് നേതാക്കൾ പറയുന്നു. ഓക്കെ, നമുക്ക് കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കണം. അതിന് സംസ്ഥാന നേതൃത്വം എങ്ങനെയാണ് പരിശോധിക്കുക? സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാട് പി.വി. അൻവർ ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ തിരുത്തിയാൽ മുന്നണിയിലെടുക്കുന്നതിനൊരു തടസ്സവുമില്ല എന്ന നിലപാടാണ്. അത് പി.വി. അൻവർ കേൾക്കുമോ? അതിനി യു.ഡി.എഫ് ആ നിലയിൽ നിന്ന് കാര്യങ്ങൾ മയപ്പെടുത്തുമോ? കാത്തിരുന്ന് കാണാം.